ഇന്ന് ഞാൻ ജൂൺ മന്തിൻ്റെ ഒരു ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഒരു റെയിൻ ആണല്ലോ, അപ്പോൾ റെയിനി തീമിൽ ഒരു ജൂൺ മന്തിൻ്റെ ഒരു ജേണലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് നിങ്ങളൊക്കെ വിചാരിക്കും ഇതെന്താ ഇത് ജൂലൈ ആയല്ലോ എന്ന്. പക്ഷേ ഇത് ഞാൻ മുന്നേ ചെയ്ത് വെച്ചതാണ്. പക്ഷെ എഡിറ്റ് ചെയ്തിടാൻ നേരെ വൈകിപ്പോയി. ഇതിങ്ങനെ ഞാൻ ചെയ്ത് വരുമ്പോഴായിരുന്നു ഞാൻ ആലോചിക്കുന്നത് വീഡിയോ എടുക്കായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ പകുതി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇതൊക്കെ ഈസിയാണ്. ഞാൻ ആദ്യം ജൂണിൻ്റെ ഒരു ഡേറ്റിൻ്റെ കലണ്ടർ വെച്ചിട്ടുണ്ട്. ആ കലണ്ടറിൻ്റെ ഒപ്പം തന്നെ 2 തോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് പിൻട്രസ്റ്റിൽ നോക്കി എഴുതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോട്ട് വേണമെങ്കിൽ നോക്കി എഴുതാം. അതിൻ്റെ തൊട്ട് തേത്തത്തിൽ ഞാൻ 2 ഫ്രണ്ട്സ് നിൽക്കുന്നത് വരച്ചിരുന്നു. പക്ഷെ അതത്ര റെഡി ആയില്ല എന്ന് തോന്നിയതിനെ കൊണ്ട് ഞാനത് മാറ്റി 4 ഫ്രണ്ട്സാക്കി. അപ്പോൾ ഞാൻ വെറൈറ്റിക്ക് ഒരു കൈയൊക്കെ മുകളിലോട്ട് വെച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ പെൻസിലുകൊണ്ട് വേണം വരച്ചത്, കാരണം എനിക്ക് ഇന്നെ തന്നെ തീരെ വിശ്വാസമല്ല ഞാൻ ഇനി എങ്ങാനും വരച്ച് തെറ്റിപ്പോയാലോ എന്ന്. പിന്നെ നിന്നേക്കാളും വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പെണ്ണുകൊണ്ട് വരയ്ക്കാം. എനിക്ക് പിന്നെ അങ്ങനെ വരയ്ക്കാൻ അറിയാത്തതിനെ കൊണ്ട് ഞാൻ വരച്ചത് കുറച്ച് കൊളാവൊക്കെ ചെയ്തേനെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തീമിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഈ പിക്ചർ ഇഷ്ടമായില്ലേ വേറെ ഇത് പിക്ചർ നോക്കി വരയ്ക്കാം. അപ്പം ഞാൻ ഇതാണ് എടുത്തത്. പിന്നെ ഞാൻ ആദ്യം ഹെയറിന് ഒരു വേറെ കളറായിരുന്നു കൊടുത്തത്. അപ്പം ഞാനൊക്കെ മാറ്റി. പിന്നെ റെയിൻ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത്ര റെയിനി തീം ആയില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ആദ്യം ചെയ്ത ഒരു സ്കൂൾ ബിഗിൻസ് എന്ന് പറഞ്ഞ ഒരു ഇതില്ലായിരുന്നു, ആ സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബാഗും കൊടയും അങ്ങനെ എല്ലാ സാധനവും, ബുക്സും പെന്നും അങ്ങനെ എല്ലാ സാധനവും ഞാൻ ഇങ്ങനെ ഒരു നമ്മളെ ഇതിലൊക്കെ കാണുമല്ലോ, പോസ്റ്ററിലൊക്കെ കാണുന്ന രീതിയിൽ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വരയ്ക്കാം. പിന്നെ ഞാൻ ഇപ്പുറത്ത് ഒരു ഫ്രീ ആയിട്ട് സ്പേസ് കിടക്കുന്നുണ്ടപ്പം എന്ത് വരയ്ക്കുന്ന കുറേ ആലോചിച്ച് അങ്ങനെ ലാസ്റ്റ് ഞാനൊരു ബൂട്ടാണ് വരച്ചത്. ഒരു തോട്ട് എഴുതി കൊടുത്തിട്ട് ചെറിയൊരു ബൂട്ട് വരച്ച് ബാക്കി സ്പേസ് ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു ബോറ് പോലെ തോന്നിയപ്പം ഞാൻ 2 കോട്ട്സ് കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കോട്ട്സ് ചെയ്താണ് ഞാൻ സൈഡ് കട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു തരം സീസേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സീസേഴ്സ് കൊണ്ട് നമുക്ക് ഇങ്ങനെ പല ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ആ സീസർ. ഇതിൻ്റെ കുറേ ഷേപ്പ് ഉണ്ട്. ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാം ഞാൻ ചെറിയൊരു ഇതിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ ടൈപ്പ് സീസേഴ്സ് ഉണ്ട്. അത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ സീസർ കൊണ്ട് തന്നെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാനാണ്. പിന്നെ ഞാൻ എഴുതി കുറച്ച് കൊളായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണേൽ വേറെ ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതി സെറ്റാക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.